ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കൂടെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, ലൈക്കിന് 1K ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പോൾ രേവതി കട്ടിലേൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ സച്ചി പറയുന്നതൊക്കെ കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. നമ്മുടെ രേവതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് തൻ്റെ ഭാര്യനെ പനി പിടിച്ച് കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്തതിന് സുധീനെയും ശ്രുതിനെയും ചന്ദ്രനെയും ഒക്കെ വഴക്ക് പറയുന്ന സച്ചി. വഴക്ക് പറയുന്നത് കൊണ്ടല്ലാട്ടോ നമ്മുടെ രേവതിക്ക് സന്തോഷം. സച്ചി തന്നെ ഭാര്യയായിട്ട് കാണുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ രേവതിയെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പം സച്ചിയുടെ മനസ്സിന് വേദനിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രേവതിക്ക് സന്തോഷമുള്ളത്. ഏതായാലും നമ്മുടെ സച്ചി വെറുതെ വിട്ടില്ല. സച്ചി പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ഭാര്യയാണ് അവള്. എൻ്റെ ഭാര്യനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അവക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ കണ്ണിച്ചോര ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അല്ല, ഇപ്പൊ ഈ വെട്ടി വിഴുങ്ങുന്നതൊക്കെ ആരുണ്ടാക്കിയതാ? അല്ല, ചന്ദ്രാമേടം ഉണ്ടാക്കിയതാണോ? അതെയോ ഇനിയിപ്പം പുതിയ എൻ്റെ പൗഡറേട്ടത്തി ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അത് ഇതുണ്ടാക്കിയതും രേവതിയാ. ഓഹോ, അപ്പൊ രേവതിനെ കൊണ്ട് തന്നെയല്ലേ ഇതും ഉണ്ടാക്കിപ്പിച്ച് ഇപ്പൊ ഇരുന്ന് വെട്ടി വിഴുങ്ങണത്. കൊള്ളാം, ഏതായാലും കലക്കി, സൂപ്പറായിട്ടുണ്ട്. അതെ, എൻ്റെ അമ്മേനെയും എൻ്റെ ചേട്ടനെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവര് പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ പുതിയതായിട്ട് കയറി വന്ന ഈ ഏട്ടത്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏട്ടത്തി എന്നൊന്നും അല്ല പറയേണ്ടത്. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ മനസാക്ഷി മരവിച്ച ശവങ്ങളാ, അല്ലാതെ മനുഷ്യരല്ല, മൃഗങ്ങളും അല്ല. മൃഗങ്ങളോട് സ്നേഹം കാണിക്കും, സഹജീവികളോട് സ്നേഹം കാണിക്കും. ഇത് സ്നേഹമോ മനസാക്ഷിയോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അവനവനെ സ്നേഹിക്കുക, സ്വാർത്ഥത കാണിക്കുക, അതുമാത്രമല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. വിഴുങ്ങ്, വെട്ടി വിഴുങ്ങ്. ഇനി അതിനൊരു കുറവും വരുത്തണ്ട. നിങ്ങളിപ്പം ചെയ്ത പ്രവൃത്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ കോടതിയിൽ മാപ്പുണ്ടാകത്തില്ല. അത് നിങ്ങൾ ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് സച്ചി നേരെ അടുക്കളയിലേക്ക് വിട്ടടിച്ച് പോവുകയാണ് കേട്ടോ. കല്ലി തുള്ളിയാണ് പോകുന്നത്. ജക്കൊക്കെ എടുത്തോണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ കൈ ഇങ്ങനെ പൊക്കി വെച്ചേക്കാണല്ലോ. കയ്യിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടാണ് പോകുന്നത്. സുധിയാണെങ്കിൽ അയ്യോന്നും പറഞ്ഞ് കാറുകയാണ് കേട്ടോ. കാരണം ജക്കിന്റെ ഒരു സൈഡ് ആ ഒരു വിരലില് ഇങ്ങനെ തട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് എന്താ ഇയാൾ ഈ കാണിക്കുന്നത്? എനിക്കിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അമ്മ, ആന്റി എനിക്ക് പേടിയാവുക, എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പം, അയ്യോ മോൾ അങ്ങനെയൊന്നും പറയില്ലേ, മോൾ എന്തിനാ പേടിക്കണത്? മോള് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതേ അവന്റെ വീടല്ല, ഇതെന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ, എന്റെ വീട്. എന്റെ വീട്ടില് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഈ ചന്ദ്രയാ. അത് ഈ ചന്ദ്ര തീരുമാനിക്കും. പിന്നെ മോള് കുറച്ചു നേരം മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, പാവമല്ലേ രേവതിന്ന്. അവളുടെ സ്വഭാവം മോക്കിപ്പം മനസ്സിലായില്ലേ? അവളുണ്ടല്ലോ അങ്ങേയറ്റത്തെ ആട്ടവും പിടിച്ചവൾ, അപ്പേരും കള്ളി. അവളിപ്പം വയ്യാന്ന് പറഞ്ഞ് കയറി കിടക്കുന്നതൊക്കെ വെറും അഭിനയമോ മോളെ? അവളുടെ ഭർത്താവിനെ കൊണ്ട് നമ്മൾ ഇതൊക്കെ പറയിക്കണം. ഇതൊക്കെ പറയിക്കുമ്പോഴേ അവക്കൊരു ചെറിയ ആശ്വാസം കിട്ടുമായിരിക്കും. പിന്നെ ഇങ്ങനെ കിടന്ന് ചിലക്കുന്നേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്നാലേ അതിനെ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് മോൾ ഇതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവളും അവനും കൂടെ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. ഇപ്പം അവളെ എടുത്ത് തലയെ ചുമന്നുകൊണ്ട് നടക്കല്ലേ, നാളെ ആകുമ്പം അവളെ എടുത്ത് നിലത്തിടും. മോള് കണ്ടോണം, അല്ലെങ്കിൽ ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ്. അപ്പൊ സച്ചി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ സച്ചി പ്രതികരിക്കണില്ല കേട്ടോ. സച്ചിക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. സച്ചി ആ ഒരു ടെൻഷനിലാണ്. രേവതിക്ക് ആ ഒരു വയ്യായികയുടെ ടെൻഷനിലാണ്. പിന്നെ ഇതുങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസാക്ഷി മരവിച്ച് കിടക്കണം. ഇതുങ്ങളോടൊക്കെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തന്നെ സച്ചിക്ക് മനസ്സിലായി. സച്ചി നേരെ ഒരു ചെക്ക് വെള്ളമൊക്കെ എടുത്തോണ്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ വെള്ളം കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി പതുക്കെ എണീക്കാൻ നിൽക്കുമ്പോൾ, വേണ്ട നീ എണീക്കണ്ട, നീ അവിടെ കിടക്ക്, ഞാൻ നിനക്ക് വെള്ളം തന്നോളാം. രേവതി, നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ? നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ കാണത്തുള്ളൂ, അല്ലാതെ വേറെ ആരും കാണില്ല.
അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നീ നിന്റെ ശരീരം നോക്കണം, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ നീയല്ലേ ഈ വീട്ടിലെ പണി മുഴുവൻ ഇന്ന് ചെയ്തത്, നിനക്ക് വയ്യാഞ്ഞിട്ടും ഈ വീട്ടിലെ പണി എൻ്റെ അമ്മ നിന്നെ കൊണ്ട് ചെയ്യിച്ചു. അതെനിക്കറിയാം, എൻ്റെ അമ്മ അത് ചെയ്യിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിനക്ക് നാക്കുണ്ടല്ലോ, നിനക്ക് പച്ചവെള്ളം പോലെ ചുട്ട മറുപടി പറയാനുള്ള നാക്ക് തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നീയേ അതൊന്നും പ്രയോഗിക്കാതെ ഇവിടെ ഇരുന്നാൽ ഇതല്ല, ചിലപ്പോൾ ഇതിനപ്പുറവും ഇനി സംഭവിക്കും. ദേ നിന്റെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് വീണ്ടും എന്തോ വലിയ സന്തോഷമായിട്ടോ. ഏതായാലും സച്ചി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്തിട്ട് സച്ചി പറഞ്ഞു, അതെ നിനക്ക് നല്ല ചുമയുണ്ടല്ലേ, നീ ഇവിടെ നിൽക്കുക, ഒരു കാര്യം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി നേരെ വീണ്ടും അടുക്കളയിലേക്ക് പോകണം. അപ്പൊ സച്ചിയുടെ ഈ ഓട്ടോ വെപ്രാളം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കണ്ടില്ലേ ഭാര്യയ്ക്ക് എന്തോ വന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ കിടന്ന് തേരാപ്പാരാ ഓടുകയാണ്. ഇതൊക്കെ വെറും അഭിനയമാ, രണ്ടിന്റെ അഭിനയം. എത്ര ദിവസത്തേനാണോ ഈ ഭാര്യയോടുള്ള സ്നേഹം എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി നിൽക്കുക. സച്ചി ഇത് കേട്ടിട്ട് അങ്ങ് തിരിച്ചു പോകാൻ വേണ്ടി അങ്ങ് തുടങ്ങിയപ്പോൾ, അതായത് രണ്ടെണ്ണം നമ്മുടെ ചന്ദ്രയോട് പറയണമല്ലോ, അങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങ് തുടങ്ങിയപ്പോഴത്തേക്ക് ഹേയ് വേണ്ട, ഇപ്പൊ ഏതായാലും അത് ശ്രദ്ധിച്ചാൽ ശരിയാവില്ല. ഇങ്ങനെ പട്ടികൾ ഓരോന്ന് കിടന്ന് പറയും കുരയ്ക്കും, നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള രീതിയിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുമ്പം എന്തൊക്കെ വേണമെന്ന് നമ്മുടെ സച്ചിക്ക് അറിയത്തില്ല ചുക്ക് കാപ്പി ഇടാൻ വേണ്ടി. അങ്ങനെ സച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാൻ. എനിക്ക് പിന്നെ കൂട്ടുകാരനെ വിളിക്കാന്ന് പറഞ്ഞ് നേരെ കൂട്ടുകാരനെ ഫോൺ വിളിച്ചു. കൂട്ടുകാരനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എങ്ങനെയാടാ ചുക്ക് കാപ്പി ഇടുന്നതെന്ന് ചോദിച്ചു. ചുക്ക് കാപ്പിയോ, ഇപ്പം നിനക്കെന്തിനാ ചുക്ക് കാപ്പി? അതെ ഇവിടെ രേവതിക്ക് വല്ലാത്ത ക്ഷീണമോ അവൾക്ക് ചുമയും ഒക്കെ ഉണ്ട്, ചെറിയതായിട്ട് പനിയൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് ചുക്ക് കാപ്പി ഇടണം, നീ എങ്ങനെയാന്ന് പറയടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ കൂട്ടുകാരൻ ചുക്ക് കാപ്പി ഇടുന്നത് പറഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പതിയെ ആ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അങ്ങനെ പതിയെ അടുക്കളയിൽ നിന്ന് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ രേവതിക്ക് ഒരു ഗ്ലാസ് നല്ല ചൂട് ചുക്ക് കാപ്പി, അതായത് കരിപ്പട്ടിയൊക്കെ ഇട്ടുള്ള ചുക്ക് കാപ്പി, അതുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് ചെന്നിട്ട് രേവതിയോട് പറഞ്ഞു, അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അതെ നീ ഇത് കുടിക്ക്, ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് ചെറിയ ആശ്വാസം കാണും, ഈ ചുമയൊക്കെ അങ്ങ് പോകും, അതുമല്ല ശരീരം വേദനയ്ക്ക് ബെസ്റ്റായി ഈ ചുക്ക് കാപ്പി, ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ, അതുകൊണ്ട് ആ സത്തുകളെല്ലാം ഇറങ്ങി നിന്റെ ശരീരത്തിലെ ഞരമ്പുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും എല്ലാം പോകും, നിന്റെ ശരീരവേദനയും ചുമയും ഒക്കെ പോയി ക്ഷീണം ഒക്കെ പോയി പഴയ രേവതിയായിട്ട് ഉഷാറാകും, അതുകൊണ്ട് ഇത് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ചുക്ക് കാപ്പി നമ്മുടെ രേവതിക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ രേവതി ആ ചുക്ക് കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അല്ല നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലേ, ഞാൻ കാരണം വെറുതെ ഒരു ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ട് അതൊന്നും വേണ്ട, എനിക്ക് പറ്റില്ലെങ്കിൽ ആരാ എന്നെ നോക്കണത്, നീ അല്ലേ എന്നെ നോക്കാനുള്ളത്, അതുപോലെ നിനക്ക് പറ്റില്ലെങ്കിൽ ആരാ നിന്നെ നോക്കേണ്ടത്, ഇവിടെ എൻ്റെ അമ്മ നോക്കാനില്ല, ഇവിടെ വേറെ ആരും നോക്കാനില്ല, അതുകൊണ്ട് എനിക്ക് നോക്കിയല്ലേ പറ്റൂ, അതൊന്നും ഓർത്തിപ്പം നീ വിഷമിക്കേണ്ട കാര്യമില്ല, നീ ഇപ്പം ഈ ചുക്ക് കാപ്പി കുടിച്ചിട്ട് ഒന്ന് വിശ്രമിക്ക്, അപ്പോഴത്തേക്കും എല്ലാം അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ ശ്രുതിനെയും കാണിക്കുകയാണ്. അങ്ങനെ ശ്രുതി പറയാണ്, എന്താ ശ്രുതി ഇങ്ങനെ, നിന്റെ അനിയന് ഏത് നേരവും നിന്നെ ഇങ്ങനെ തോണ്ടുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യാണല്ലോ, നീ എന്നിട്ട് പ്രതികരിക്കാതിരിക്കുന്ന എന്തിനാ, നിനക്ക് ഒരെണ്ണം പൊട്ടിച്ചൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, ദേ ഞാൻ എന്തിനാ ശ്രുതി അവനിട്ട് പൊട്ടിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ കൂടുന്നതോ മത്സരിക്കുന്നതോ ഒന്നും ശരിയല്ല, വിവരവും ബോധവും ഒന്നും ഇല്ലാത്ത അവന്റെ കൂടെ മത്സരിച്ചിട്ട് നമ്മുടെ വിവരവും ബോധവും കൂടെ കളയേണ്ട കാര്യമുണ്ടോ, അതിന്റെ കാര്യം ഇല്ലാത്തോണ്ടാ ഞാൻ അവനെ ഒന്നും പറയാത്തത്, ഇല്ലെങ്കിൽ ഞാൻ ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവൻ അവിടെ കിടക്കാന്നുള്ളതേ ഉള്ളൂ, പിന്നെ അവൻ പൊങ്ങത്തില്ല, അതുകൊണ്ടാ ഞാനൊന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിക്ക് മനസ്സിലായി വെറും വീമ്പാണ് നമ്മുടെ ശ്രുതി പറയുന്നത് എന്ന്. കാരണം ശ്രുതി അടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി ശ്രുതിനെ ചുരുട്ടി കൂട്ടിയെടുത്ത് പള്ളക്കളയുന്ന നന്നായിട്ട് ഇപ്പൊ ശ്രുതിക്കറിയാം. തന്റെ ഭർത്താവ് വെറുതെ വീമ്പ് പറയുന്നതാണെന്നും നന്നായിട്ട് നമ്മുടെ ശ്രുതിക്കറിയാം. പക്ഷേ ശ്രുതി അതൊന്നും മൈൻഡിൽ കാണിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ ശ്രുതി, ഏതായാലും ശ്രുതി ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവരെ പോലെ അല്ലല്ലോ നമ്മൾ, അമ്മ പറയുന്നത് പോലെ തന്നെ നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവരല്ലേ, എന്നും ഇങ്ങനെ സ്നേഹിച്ച് ജീവിക്കണം, അല്ലാതെ ഇന്ന് സ്നേഹിച്ചിട്ട് നാളെ എന്നെ വഴക്ക് പറയുന്നതോ വെറുക്കുന്നതോ കൂട്ടത്തിലുള്ളതല്ലല്ലോ ശ്രുതി, എന്നെ എപ്പോഴും ഒരുപോലെയല്ലേ ശ്രുതി സ്നേഹിക്കുന്നത്, ഈ സ്നേഹമാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രുതി ചെറിയ റൊമാൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ഇതേ സമയത്താണ്
നമ്മുടെ രേവതി ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്ന ഈ ഒരു സമയത്ത് രേവതി ഛർദ്ദിക്കുകയാണ് കേട്ടോ. ഓടിപ്പോയി ഛർദ്ദിച്ചപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, ഇത് എന്ത് പറ്റി രേവതി, നിനക്ക് എന്താ പറ്റിയത്, ഛർദ്ദിക്കുന്ന നീ? അത് പിന്നെ ഞാൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല, വെറും വയറ്റിൽ ഈ ചുക്ക് കാപ്പി അങ്ങ് ചെന്നപ്പോഴത്തേക്കുവേ വയറങ്ങ് കത്തുക, അതാ ഛർദ്ദിക്കാൻ വരുന്നത്. അപ്പം നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല? കൊള്ളാം, കലക്കി. എന്താ രേവതി, ഞാൻ പറഞ്ഞില്ലേ സ്വന്തം ശരീരം നമ്മളെ നോക്കാനുള്ളൂ, അല്ലാതെ നമ്മുടെ ശരീരം നോക്കാനേ ഇവിടെ ആരുമില്ല എന്നുള്ള ചിന്ത നിനക്ക് വേണമായിരുന്നു. ഏതായാലും നിൽക്കേ, ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പം ഹേയ് വേണ്ട, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞപ്പം വേണ്ട വേണ്ട, നീ ഇവിടെ ഇരിക്കുക, ഇനിയിപ്പം ഈ വയ്യാത്ത ശരീരവുമായിട്ട് ഭക്ഷണം എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാനോ, നീ കട്ടിലിൽ ഇരുന്നാൽ മതി, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ സച്ചി വീണ്ടും ഭക്ഷണം എടുക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ കിച്ചണിൽ പോയി അത്യാവശ്യം ചോറും കറികളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്താ, ഞാൻ കഴിച്ചോളാം. വേണ്ട, നീ കഴിക്കണ്ട, നീ ഇപ്പം അവിടെ തൽക്കാലം ഇരിക്കുക, ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ചോറൊക്കെ വാരി തരുമെന്ന് രേവതി പ്രതീക്ഷിച്ചില്ല. രേവതി അങ്ങനെ ഇരുന്നവിടെ. അപ്പോഴത്തേക്കും പതിയെ ചോറും കറികളും ഒക്കെ കൂട്ടി ഒരു ഉരുള ഇങ്ങനെ വെച്ചിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നോക്കി സച്ചിനെ. രേവതി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് രേവതിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാണ്. അപ്പൊ സച്ചി ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്, എന്താ പറ്റിയത് നിനക്ക്? അല്ല, ഒന്നുമില്ല, എൻ്റെ അച്ഛൻ എനിക്കിങ്ങനെ വാരി തന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ആരും എനിക്കിങ്ങനെ വാരി തന്നിട്ടില്ല. എനിക്ക് അസുഖമൊക്കെ ഉണ്ടാവുമ്പം എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെ നോക്കുന്നോ അതുപോലെ ഇപ്പം നിങ്ങൾ എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇവിടെ ഏതായാലും നിന്റെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ, ഇവിടെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനല്ലേ ഉള്ളൂ, അപ്പം ഞാനല്ലേ നോക്കേണ്ടത്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നീ ഇത് കഴിക്കാൻ പറഞ്ഞിട്ട് അതങ്ങ് വാരി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, ഞാൻ കുടിച്ച് ലക്കുകെട്ടൊക്കെ വരുമ്പോഴൊക്കെ പണ്ടിങ്ങനെ എനിക്ക് വാരി തരുമായിരുന്നു, എനിക്ക് നിൽക്കാനുള്ള ശേഷി ഇല്ലല്ലോ, ഇപ്പം കുടിച്ച് ലക്കുകെട്ട് ലെവൽ കെട്ടില്ലേലും നിനക്ക് നിൽക്കാനുള്ള ശേഷിയില്ല, അതുകൊണ്ട് ഞാൻ നിനക്കിത് വാരി തരുന്നു, അത് ഓർത്തിട്ട് നീ വിഷമിക്കേ വേണ്ട, നീ ഇത് കഴിക്കാൻ പറഞ്ഞ് അത് കഴിപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും അത് കഴിച്ചൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ തുടച്ചു കഴിഞ്ഞ് നമ്മുടെ രേവതി, സച്ചി അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് രേവതി സച്ചിനെ പോയി അങ്ങ് കെട്ടിപ്പിടിച്ചു കേട്ടോ, മുറുക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. സച്ചിക്ക് എന്തോ പോലെയായി പോയി. രേവതിക്ക് എന്താ ആ സ്നേഹത്തിന്റെ ആ എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് രേവതി ഉള്ളത്. അങ്ങനെ പോയി കെട്ടിപ്പിടിച്ചു. അപ്പോഴത്തേക്കും സച്ചി പെട്ടെന്ന് കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ചങ്കിലിങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ട് കിടക്കാം. അപ്പൊ എന്തോ സച്ചിക്ക് കെട്ടിപ്പിടിക്കാതിരിക്കാൻ പറ്റില്ല നമ്മുടെ രേവതിനെ, കാരണം ആ ഒരു അവസ്ഥയിലാണ് രേവതി ഉള്ളത്. അങ്ങനെ നമ്മുടെ സച്ചിയും പതിയെ കെട്ടിപ്പിടിച്ചു കേട്ടോ. കെട്ടിപ്പിടിച്ചിട്ട് രേവതിയോട് ചോദിച്ചു, എന്താ പറ്റിയത്, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പം ഹേയ് ഒന്നുമില്ല, സന്തോഷം കൊണ്ട് കരയുന്നതാ. സന്തോഷം കൊണ്ടോ? എന്തിനാ സന്തോഷം? എൻ്റെ അമ്മ നിന്നെ ദ്രോഹിക്കുന്നു, പുതിയ ഇടത്തി നിന്നെ ദ്രോഹിക്കുന്നു, പിന്നെ നീ എന്തിനാ സന്തോഷിക്കുന്നത്? ആരൊക്കെ ദ്രോഹിച്ചാലും എൻ്റെ കൂടെ നിങ്ങളില്ലേ, നിങ്ങളെ ഇങ്ങനെ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ലല്ലോ. എന്തോ എനിക്ക് എൻ്റെ ഭർത്താവ് അടുത്തുള്ളതുപോലെ എനിക്ക് ആ ഒരു ഫീലൊക്കെ എനിക്ക് വല്ലാത്തൊരു ഫീൽ ആവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പതിയെ രേവതിനെ ഇങ്ങനെ കൈക്കുമ്പിളിൽ ഇങ്ങനെ കോരിയെടുത്തു, മുഖം ഇങ്ങനെ കോരിയെടുത്തിട്ട് പതിയെ ആ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടെ അവർ മുറുകെ കെട്ടിപ്പിടിച്ചു. പിന്നെ ലൈറ്റ് അണയുന്നു, കിടക്കുന്നു, അവരുടെ ആദ്യ രാത്രി കഴിയുന്നു. ആദ്യ രാത്രി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണല്ലോ ഈ സിമ്പിളൊക്കെ കാണിക്കുന്നത്, അങ്ങനെയാണല്ലോ ആദ്യ രാത്രി എന്ന് പറയേണ്ട, നമുക്ക് ശാന്തി മുഹൂർത്തം എന്ന് പറയാം. അങ്ങനെ ശാന്തി മുഹൂർത്തം പതുക്കെ കഴിയുന്നു. നേരം പരപരാ വെളുത്ത് ആ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നതാണ് പിന്നെ കാണിക്കുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നു, അങ്ങനെ നേരം വെളുക്കുന്നു. തൊട്ടടുത്ത് രേവതിയുടെ തൊട്ടടുത്ത് സച്ചി ഇങ്ങനെ ഒട്ടിക്കിടപ്പുണ്ട്, രേവതിയും കിടപ്പുണ്ട്. അങ്ങനെ സച്ചി ഇങ്ങനെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടേക്കാണ് രേവതിയുടെ വയറിന്റെ മുകളിലൂടെ. അങ്ങനെ പതുക്കെ കൈയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ രേവതി എണീറ്റിങ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പുറകിൽ ഒരു പിടുത്തം, ആരോ പിടിക്കുന്നത് പോലെ. വേറെ ആരുമല്ല, നമ്മുടെ രേവതിയുടെ സാരിയിൽ കട്ടിലിന്റെ ആ ഒരു സ്ക്രൂ ഉടക്കിയതാണ് കേട്ടോ. പക്ഷെ രേവതി ഓർക്കുന്നത് സച്ചി പിടിക്കുന്നതാണെന്നാ പെട്ടെന്ന് നമ്മുടെ രേവതി സച്ചിയാണെന്ന് ഓർത്ത് ഇങ്ങനെ നാണത്തോട് മുഖം താഴ്ത്തിയിട്ട് ഇങ്ങനെ പതിയെ തിരിഞ്ഞു നോക്കിയിട്ട് സച്ചി ആയിരിക്കും എന്നോർത്ത്. അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ കാണാറൊക്കെ ഉണ്ടല്ലോ, രാവിലെ എണീറ്റ് പോകുമ്പോഴത്തേക്ക് വേണ്ട ഇച്ചിരി നേരം ഇവിടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചൊക്കെ കിടത്തുമല്ലോ. അപ്പൊ ആണെന്നാണ് നമ്മുടെ രേവതിയും വിചാരിച്ചത്, നമ്മളും വിചാരിക്കുന്നത്. പക്ഷെ അതുപോലെയൊന്നും അല്ല, സച്ചി പോത്തുപോലെ കിടന്നുറങ്ങുക, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. അപ്പൊ ആരോ ഞാൻ ഇന്നലെ പോത്തുപോലെ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പോത്തൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മുടെ സച്ചിനെ പോത്തൻ എന്ന് വിളിക്കില്ല കേട്ടോ, നമ്മുടെ സച്ചി നമ്മുടെ ഹീറോ അല്ലേ.
അപ്പോൾ ഏതായാലും സച്ചി കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. പെട്ടെന്ന് നമ്മുടെ രേവതി ഇത് എനിക്ക് തോന്നിയതായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ചെറിയ നാളത്തോടു കൂടി അങ്ങ് പോവുകയാണ്. അപ്പം രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആ ഒരു ഹാങ് ഓവറിലാണ് നമ്മുടെ രേവതി ഉള്ളത്. പതിയെ രേവതി കുളിക്കാനൊക്കെ പോയി, കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഈറനോടെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് ചെറിയൊരു ചിരിയോടൊക്കെ കൂടിയാണ് കിച്ചണിലേക്ക് പോകുന്നത്. പതിവ് പോലെ കിച്ചണിലേക്ക് പോകുന്ന സമയമല്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടവാളെടുത്ത് ആരാണ് അവിടെ നിൽക്കുന്നത്? നമ്മുടെ ചന്ദ്ര ഇങ്ങനെ എവിടെ പോയി കിടക്കുകയാണ്, ഇതുവരെ ഒരു ചായ കിട്ടിയില്ലല്ലോ, ഇവൾക്ക് എന്താ ചായ ഇട്ട് തരത്തില്ല, ഇവളെന്താ വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവൾക്ക് ഇവിടെ അടകടക്കാനാണോ ഇവള് തീരുമാനിച്ചിരിക്കുന്നത്, അവളിങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതി വരുന്നത്. രേവതി എന്താ ചെറിയൊരു നാണത്തോടൊക്കെ കൂടി കാലും കൊണ്ട് കളവൊക്കെ വരച്ച് പഴയ കാര്യമൊക്കെ ഓർത്ത് മുഖത്തും കണ്ണിനുമൊക്കെ ഒരു പ്രത്യേക തിളക്കമൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഭാര്യയുടെ പൂർണ്ണ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മുടെ രേവതി കടന്നു വരുന്നത്. രേവതിയെ കാണുന്നത് ചന്ദ്ര ഇവളെന്താ ഇവിടെ നിന്ന് ചിരിക്കുന്നത്? ഈ നിലാവത്തഴിച്ചു വിട്ട കോഴി എന്നൊക്കെ പറയുമല്ലേ, അതുപോലെ നിലാവത്തഴിച്ചു വിട്ട കോഴീനെ പോലെയാണ് കേട്ടോ വരുന്നത്. ഇവളെന്താ ഇവിടെ നിന്ന് ചിരിക്കുന്നത്? ഇവക്കിതെന്താ പറ്റിയത്? വെളുപ്പാങ്കാലത്ത് എണീറ്റ് കുളിക്കുന്നു, അതുപോലെ ചിരിക്കുന്നു. ഇവളിന്നലെ പനി പിടിച്ച് വിറച്ച് കിടന്നതല്ലായിരുന്നോ? എന്നിട്ട് ഇത്ര പെട്ടെന്നുള്ള ക്ഷീണമൊക്കെ മാറിയോ? ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ദൈവമേ, ഇനിയിപ്പം ഇതിൻ്റെ ഇടയിൽ അവൻ ഇന്നലെ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ അവളോട്, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നടന്ന് കാണുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ടാണ് നിൽക്കുന്നത്. ഏതായാലും രേവതി നാണത്തിൽ കുളിച്ച് അവിടെ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ കാണിച്ച് ആ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത്. അപ്പം ശാന്തി മുഹൂർത്തത്തിന് വിരാമം കുറിച്ചിട്ടൊന്നുമില്ല, ഇനിയും പല പല ശാന്തി മുഹൂർത്തങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ശാന്തി മുഹൂർത്തം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിക്കുന്നു. അപ്പം അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. സച്ചിയുടെയും രേവതിയുടെയും പ്രണയവിശേഷവുമായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും. വൈകിട്ട് ഒരു 8-10 ആകുമ്പം നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും പ്രമോ വിശേഷവുമായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.